ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണവുമായി വീണ്ടും എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറിക്ക് നൽകിയ രേഖകളും ഫയലുകളും അപ്രത്യക്ഷമാകുന്നു. ഈ സാഹചര്യത്തിൽ ഓൺലൈനിൽ മാത്രമേ ആശയവിനിമയം നടത്തൂ എന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തയച്ചു. ഡോക്ടർ എ ജയതിലകനും കെ ഗോപാലകൃഷ്ണനുമൊപ്പം ചീഫ് സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എൻ പ്രശാന്തിന്റെ പുതിയ കത്ത്. കഴിഞ്ഞ നവംബർ 14-ന് ഡോക്ടർ ജയതിലകനെതിരെ തെളിവുകൾ സഹിതം കത്തയച്ചിട്ട് അന്വേഷണം നടത്തിയില്ല. തുടർന്ന് ജനുവരി 5-ന് വീണ്ടും രേഖകൾ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഈ കത്ത് ലഭിച്ചില്ലെന്നറിയിക്കുന്നത് യാദൃശ്ചികമല്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരായ അച്ചടക്ക നടപടിയിൽ നിഷ്പക്ഷത, സുതാര്യത എന്നിവ വേണം. തന്റെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറിയെന്നും കത്തിൽ ആരോപിക്കുന്നു. താനിനി സർക്കാരുമായുള്ള എല്ലാ ആശയവിനിമയവും ഓൺലൈനിലായിരിക്കും നടത്തുക. ഇനിയും ഹിയറിംഗിന് ഹാജരാകാൻ തയ്യാറാണ്. എന്നാൽ ഹിയറിംഗ് ഡിജിറ്റൽ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ സ്ട്രീമിംഗും ചെയ്യണമെന്ന് എൻ പ്രശാന്ത് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നവംബറിൽ സസ്പെൻഡ് ചെയ്ത പ്രശാന്തിനെ ഇതുവരെ തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പുതിയ ചുമതലയും നൽകി കഴിഞ്ഞു. 24 തിരുവനന്തപുരം.